സ്ത്രീകളിലെ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്താണ് പ്രശ്നം എന്നുള്ളൊരു ധാരണ സമൂഹത്തിനില്ല എന്ന് നമുക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കണം അത്. ഇടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കത് സ്ത്രീകളിലെ ലൈംഗിക പ്രശ്നമായിട്ട് അത് എടുക്കാനായിട്ട് കഴിയുകയില്ല. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം, അതിനോടുള്ള പ്രതികരണത്തിൽ പങ്കാളിക്ക് സ്ഥിരമായിട്ടുള്ള അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളിലെ ഒരു ലൈംഗിക പ്രശ്നം ആകാൻ സാധ്യതയുണ്ട്. അപ്പം 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് സ്ഥിരമായിരിക്കണം. താല്പര്യങ്ങളിലോ ലൈംഗിക താല്പര്യങ്ങളിലോ അതിനോടുള്ള പ്രതികരണത്തിലോ പ്രശ്നമുണ്ടാകണം, അല്ലെങ്കിൽ പങ്കാളിയുമായിട്ടുള്ള ബന്ധം ഉലയുന്നു. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്കത് സ്ത്രീകളിലെ ലൈംഗിക പ്രശ്നമായിട്ട് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതിന് ഒരു പ്രത്യേക പ്രായം നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് അവരുടെ ജീവിതത്തിൽ എപ്പം വേണമെങ്കിലും എന്ന് വരാം. ഏറ്റവും ആദ്യത്തെ പ്രശ്നം ലോ സെക്ഷൽ ഡിസയർ. അവർക്ക് താല്പര്യക്കുറവ്, ലൈംഗിക കാര്യത്തിൽ ഏർപ്പെടണമെന്നുള്ള ഒരു പ്രത്യേക ഒരു താല്പര്യം അവർക്ക് ഉണ്ടാവുന്നില്ല. ഇതിനാണ് നമ്മൾ ലോ സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത്. അടുത്താണ് സെക്ഷൽ എറൗസൽ ഡിസോർഡർ. ഇത് വളരെ പ്രധാനമായി ഇവിടെയാണ് ധാരാളം സംശയങ്ങൾ ആളുകൾക്കുണ്ടായത്. എന്താണ് സെക്ഷൽ എറൗസൽ ഡിസോർഡർ എന്ന് പറയുന്നത്? സെക്ഷൽ എറൗസൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ലൈംഗികമായിട്ട് താല്പര്യമുണ്ട്, എന്നാൽ അവർക്ക് ആ ഉത്തേജനം ലഭിക്കുന്നില്ല. ആ ഉത്തേജനം അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മുമ്പോട്ട് ആ സമയത്ത് അത് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ കാണുവാനായിട്ട് ശ്രദ്ധിക്കണം. അതായത്, ഒന്ന്, എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യക്കുറവാണോ, അതോ താല്പര്യമുണ്ട് പക്ഷേ ലൈംഗിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉത്തേജിപ്പിക്കപ്പെടുവാൻ അവൾക്ക് സാധിക്കുന്നില്ലേ? ആ താല്പര്യം ആ ലൈംഗിക പ്രക്രിയയിൽ അവർക്ക് തുറന്നുകൊണ്ടുപോകാൻ കഴിയുന്നില്ലേ? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ്. അടുത്തതാണ് ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, അവർ ഉത്തേജിക്കപ്പെടുന്നുണ്ട്, എന്നാൽ അവർക്ക് ലൈംഗിക അനുഭൂതി ലഭിക്കുന്നില്ല. അവർ ശരിയായ രീതിയിൽ ഉത്തേജിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ അനുഭൂതി ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് ഇതിൽ പ്രയാസമുണ്ട്. അടുത്തതാണ് സെക്ഷൽ പെയിൻ ഡിസോർഡർ. അവർക്ക് ലൈംഗികമായി ഏർപ്പെടുമ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടുന്നു. ഈ ഒരു ആംഗിളിൽ ഈ പ്രശ്നത്തെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് കാരണം കണ്ടുപിടിക്കുവാൻ എളുപ്പമാണ്. പലപ്പോഴും നമ്മൾ പേഷ്യൻറ്റിനോടോ അവരുടെ ഭർത്താവിനോടോ ചോദിക്കുമ്പോൾ ഒരു വ്യക്തത അതിനകത്ത് ലഭിക്കുന്നില്ല എന്നുള്ളത് കാരണം കണ്ടുപിടിക്കുവാനായിട്ട് നമുക്കൊരു പ്രശ്നമായി മാറാറുണ്ട്. ധാരാളം പേർക്ക് അറിയേണ്ടത്, ഡോക്ടർ, എന്താണ് ഇതിനുള്ള കാരണം? പല കാരണങ്ങളുണ്ട്. ഹോർമോൺ ചേഞ്ചുകളുണ്ട്, വീട്ടിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ്സ് ഇതിനൊരു കാരണമാണ്, ഭർത്താവിൻ്റെ ശുചിത്വമില്ലായ്മ, അദ്ദേഹത്തിൻ്റെ ഇതിനോടുള്ള ആ ഒരു താല്പര്യത്തിലുള്ള അവർക്കുള്ള മാനസികമായിട്ടുള്ള പൊരുത്തക്കേട്, ബെഡ്റൂമിൽ അവർ സ്ഥിരമായിട്ട് അനുഭവപ്പെടുന്ന ആ ഒരു എപ്പോഴുമുള്ള ആ ഒരേ ഒരു അവസ്ഥ, അവർ കഴിക്കുന്ന ഗുളികകളുടെ പാർശ്വഫലങ്ങൾ, അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷറൊക്കെ ഇതിന് കാരണങ്ങളാണ്. അടുത്ത് ചിലപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത്, ഉദാഹരണത്തിന് വീട്ടിലെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയം അവർക്ക് അതൊരു സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സുള്ള സമയത്ത് ഭർത്താവ് അത് മനസ്സിലാക്കണം. ആ സമയത്ത് ആ സ്ട്രെസ്സ് മനസ്സിലാക്കാതെ അവർ ഈ കാര്യങ്ങളിൽ പ്രേരിപ്പിക്കുന്നത് അവർക്ക് പ്രയാസമുണ്ടാക്കും. അടുത്ത ഒരവസ്ഥ, ഒന്ന്, അവർ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ കുഞ്ഞുണ്ട്. ആ സമയത്ത് ഭർത്താവിന് ഈ കാര്യത്തിലുള്ള അമിതമായിട്ടുള്ള താല്പര്യവും അവരോടുള്ള സമീപനവും അവരുടെ പ്രശ്നങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ ഈ കാര്യത്തിൽ മാത്രം അമിതമായിട്ടുള്ള താല്പര്യം കാണിച്ചാൽ അവർക്ക് ക്രമേണ അതിനോടൊരു വിരക്തി അനുഭവപ്പെട്ടു എന്ന് വരും. സ്ത്രീകളിൽ പ്രായം പ്രാധാന്യമുള്ളതാണ്. ഒരു 30 വയസ്സ് 35 വയസ്സിനോട് അടുപ്പിച്ചും, ചിലർക്ക് 35 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ചിലർക്ക് 30-35 കാലഘട്ടത്തിൽ അവരുടെ ഹോർമോൺ ലെവൽ അനുസരിച്ച് വ്യത്യാസം വന്നു എന്ന് വരാം. മാസമുറ നിൽക്കാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഈ പ്രശ്നം കൂടുതലായിട്ടുണ്ടായെന്ന് വരാം.
എന്താണ് ഇതിനുള്ള ചികിത്സ എല്ലാവർക്കും അറിയേണ്ടതാണ്. ഒന്ന്, നിങ്ങളുടെ കാരണം ശരിയായിട്ട് കണ്ടുപിടിക്കുക. അടുത്തത് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ഈ ഗുളികൾക്ക് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യം ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. സ്ഥിരമായിട്ടുള്ള ഏത് കാര്യവും മടുപ്പുളവാക്കുന്നതാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വെളിയിലോട്ട് പോവുക, അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ടൂറുകൾ, സ്ഥിരമായിട്ടുള്ള ലൈംഗിക ടെക്നിക്കുകൾ മാറ്റുക. നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ്. കൂട്ടുകാർ പറയുന്നതനുസരിച്ചുള്ള രീതികളെല്ലാം പരീക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഉപകരണമല്ല തൻ്റെ ഭാര്യ എന്നുള്ള കാര്യം ഭർത്താവ് മനസ്സിലാക്കണം. അവളുടെ അത് ലൈംഗിക കാര്യങ്ങൾ ആരോഗ്യമുള്ള രീതിയിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ ശുചിത്വത്തിനെ പറ്റിയും അവൻ്റെ ഹാബിറ്റ്സിനെ പറ്റിയും ഭാര്യയും ഭർത്താവും ഒരുപോലെ ബോധവാന്മാരാകേണ്ടതായിട്ടുണ്ട്. ഭാര്യയുടെ താല്പര്യം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ താല്പര്യം അനുസരിച്ച് ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുവാൻ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവർ തമ്മിലുള്ള ബന്ധം ഒരു ചങ്ങാതിമാർ പോലുള്ളതാവണം. ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ബെഡ്റൂമിൽ തന്നെ അല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. ഭാര്യയുമായിട്ട് വെളിയിൽ എവിടെയെങ്കിലും പോയി ഇക്കാര്യത്തെപ്പറ്റി ഏകാന്തമായിട്ടുള്ള സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ അകറ്റുവാനായിട്ട് കഴിയും. എന്നാൽ എപ്പോഴും ഓർക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പുറകിൽ ഒരു മെഡിക്കൽ കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ രണ്ടുപേരും തയ്യാറാവണം. ചിലപ്പോൾ മാനസിക പ്രശ്നമാകാം, ശാരീരിക പ്രശ്നമാകാം. എൻ്റെ പങ്കാളി എൻ്റെ കാര്യങ്ങളിൽ തൃപ്തമല്ല എങ്കിൽ എന്നിൽ എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളൊരു സമീപനമായിരിക്കണം രണ്ടുപേർക്കും ഉള്ളത്. അല്ലാതെ ഈ കാര്യം പറഞ്ഞ് അവരെ നോക്കുകയും അവരെ പരിഹസിക്കുകയും അവരെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ കൂടുതൽ മോശമാവുകയുള്ളൂ. ഇങ്ങനെ ഉള്ള ലൈംഗിക ജീവിതം കീപ്പപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് ചിലർ ചോദിക്കാറുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങളുണ്ട്. ആരോഗ്യമായിട്ടുള്ള ലൈംഗിക ജീവിതം തുടരുന്ന ദമ്പതികളിൽ അവരുടെ രോഗാവസ്ഥ കുറവായിരിക്കും, രണ്ടുപേരുടെയും രോഗങ്ങൾ കുറവായിരിക്കും. ചില പഠനങ്ങൾ വെളിവാക്കുന്നത് സ്ഥിരമായിട്ട് ആരോഗ്യമുള്ള ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്ക് അവർക്ക് ഹൃദ്രോഗം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് 50% കുറയുമെന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യമാർ ഈ കാര്യത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനോടൊരു തരം അലർജിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താവിന് ഹൃദ്രോഗത്തിനുള്ള ചാൻസ് നിങ്ങൾ കൂട്ടുകയാണ്. പല രീതിയിലുള്ള പഠനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ പഠനങ്ങളും വെളിവാക്കുന്നത് ആരോഗ്യമുള്ള ലൈംഗിക ജീവിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ദമ്പതികളിൽ അവരുടെ രോഗങ്ങൾ കുറയും എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ അവരെപ്പറ്റി തന്നെയുള്ള പ്രതിച്ഛായയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രായമായി സൗന്ദര്യമില്ലാത്ത ഒരാളാണ് എന്ന് ഭർത്താവ് അവരോട് സ്ഥിരമായി പറഞ്ഞാൽ അവർക്ക് അവരെ കുറിച്ച് തന്നെയുള്ള പ്രതിച്ഛായ കുറയും. അത് അവരുടെ ലൈംഗിക താല്പര്യം കുറയ്ക്കും. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടുപിടിച്ച് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഈ മേഖലകളിലേക്ക് ഇന്ന് സെക്ഷൽ മെഡിസിൻ വളരെയേറെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേത് രോഗാവസ്ഥ പോലെയും ഇത് ഒരു രോഗാവസ്ഥയാണെന്നും ഇതിന് കാരണങ്ങളുണ്ടെന്നും ഈ കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അവരുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാമെന്നുമുള്ള പഠനങ്ങൾ ഇന്ന് വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു രോഗമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ലൈംഗിക കാര്യങ്ങളിൽ ട്രെയിൻഡായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും.